عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈദ് അറബീൻ്റെ ഈ വേദിയിൽ ഹിജ്റക്ക് മുമ്പ് അവതരിച്ച പരിശുദ്ധ ഖുർആനിലെ 111 അധ്യായവും 29 കലിമത്തുകളും 81 അക്ഷരവും 5 ആയത്തുകളും അടങ്ങിയ സൂറത്തുൽ മസദിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രവാചക വിരോധി അബൂലഹബിനെ സംബന്ധിച്ചുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ അബൂലഹബിനെ സംബന്ധിച്ചുള്ള, അബൂലഹബിൻ്റെ നാശത്തെ സംബന്ധിച്ചുള്ള, അബൂലഹബിൻ്റെ ജീവിത കാലത്ത് തന്നെ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ആക്രമിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിനുടമയായിരുന്നു അബൂലഹബ്. അബൂലഹബിനെ പോലെ തന്നെ അബൂലഹബിൻ്റെ ഭാര്യയും ഇതേ പോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോശമായ അവസാനം അബൂലഹബിനിക്കും അവൻ്റെ ഭാര്യക്കും വരാനുണ്ട് എന്ന് അറിയിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ മസദിൽ പറയുന്നത്. ജീവിതത്തിൽ സമ്പാദിച്ച സമ്പത്തും അതുപോലെ അവൻ്റെ സന്താനങ്ങളും ഉപകരിക്കില്ല എന്നും ലോകാന്ത്യം വരെ പ്രവാചകരെ വിരോധിക്കുന്നവർക്കുമുള്ള താക്കീതാണ് സൂറത്തുൽ മസദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിൻ്റെ ഇരു കരങ്ങൾക്കും നാശം. വതബ്, അത് നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ ധനവും അവൻ സമ്പാദിച്ച ഒന്നും ഒരു പ്രയോജനവും ചെയ്യപ്പെടുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. തീജ്വാലയുള്ള നരകത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. അവൻ്റെ വിറക് ചുമക്കുന്ന ഭാര്യയും നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നാം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുകയും പരസ്യ പ്രചാരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങുകയുണ്ടായി. വന്ദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, നിങ്ങൾ താക്കീത് ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയെ, തങ്ങളുടെ കുടുംബത്തിലേക്ക് ചെന്നിറങ്ങിക്കൊണ്ട് അവിടത്തെ കുടുംബക്കാരെ നിങ്ങൾ നല്ല രൂപത്തിലേക്ക് സത്യസന്ധമായ പാതയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സൂറത്തിലൂടെ അവിടത്തെ കുടുംബക്കാരെ യഥാർത്ഥ ദീനിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുകയാണ്. അന്ത്യവിശ്വാസങ്ങളിൽ നിന്നും
അനാചാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ സ്വഫാ കുന്ന് കയറുകയാണ്. അവിടത്തെ ഒരു പതിവായിരുന്നു, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രഖ്യാപിക്കാനുണ്ട് എങ്കിൽ അവരെ സ്വഫാ കുന്ന് കയറിയിട്ട് ആളുകളെ ക്ഷണിക്കുമായിരുന്നു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഹബീബിന്റെ കുടുംബക്കാരെ ഖുറൈശികളെ അവിടെ എല്ലാവരെയും അവിടെ സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് ക്ഷണിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, അറഅയ്തും മൻ ഉഖ്ബിർതുകും, ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സഫാ കുന്നിന് പിറകിൽ ഒരു സംഘം, ഒരു സർവസായുധരായ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വാസ്തവമാക്കുമോ? നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അകുന്തും മുസദ്ദിഖയ്യ, നിങ്ങൾ എന്നെ വാസ്തവമാക്കുമോ? നിങ്ങൾ എന്നെ കേൾക്കുമോ എന്ന് ചോദിക്കുന്നു. ഈ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യ സഹോദരനായ അബൂലഹബും ഉണ്ട്. അങ്ങനെ അബൂലഹബും അവരടങ്ങുന്ന ആ സംഘം പറയുകയാണ്, മാ ജറത്ന അലൈക കദിബ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ, നീ ഞങ്ങളോട് ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല. നീ ഞങ്ങൾക്കിടയിൽ അൽ അമീനായി ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നീ എന്താണോ പറയുന്നത് അതനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബുൻ ശദീദ്, വലിയ ശിക്ഷയുടെ മുന്നോടിയായിട്ടുള്ള താക്കീതുകാരനാണ് ഞാൻ. നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. സൃഷ്ടാവായ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിച്ചിരുന്ന ബഹുദൈവ ആരാധനകളെ നിങ്ങൾ നിർത്തിവെക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ നേരിടും. ഇതറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത്. ഇത് കേട്ടതും സുബ്ഹാനല്ലാഹ്, അബൂലഹബ് അവിടുന്ന് ചാടി എഴുന്നേറ്റ് പറയുകയാണ്, തബ്ബൻ ലക യാ മുഹമ്മദ് ലിഹാദാ ജമഅതനാ, ഓ മുഹമ്മദേ, നിനക്ക് നാശം. ഇതിന് വേണ്ടിയാണോ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മോത്തു നോക്കിയിട്ട് അബൂലഹബ് പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ പ്രയാസത്തിലാക്കി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അതെന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ വഫാത്തായതിന് ശേഷം പിതാവിന്റെ സ്ഥാനത്ത് ധൈര്യവും സ്ഥൈര്യവും നൽകേണ്ട ഒരാളായിരുന്നു അബൂലഹബ്. ആ അബൂലഹബിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പ്രതികരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് പ്രയാസമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക പോലും ഉണ്ടായി, മൻ ഖറാ സൂറത്തുൽ മസദ് റജഅതു അൻ ലാ യജ്മഅ അല്ലാഹു ബൈനഹു വ ബൈന അബീ ലഹബിൻ ഫിദ്ദാരിൽ മഹീൻ. ഈ സൂറത്ത് വല്ലൊരുത്തനും ഓതിയാൽ അവന്റെയും അബൂലഹബിന്റെയും ഇടയിലെ അവർ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കാതിരിക്കട്ടെ, ഒരു ഭവനത്തിൽ ഒരുമിപ്പിക്കാതിരിക്കലിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അബൂലഹബിന്റെ ഭവനം അത് നരകമാണ്. അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രധാനമായ കാരണം, മുഖ്യമായ കാരണം അത് വളരെ സ്പഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു, പ്രതിഷേധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിരോധിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തെ അബൂലഹബ് വിരോധിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ എപ്പോഴെല്ലാം അബൂലഹബിനെ പരിഹസിക്കാൻ സമയം കിട്ടുന്നുവോ ആ സമയമെല്ലാം അബൂലഹബ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ബുദ്ധിമുട്ടാക്കി. കാന അശദ്ദുന്നാസി അദാവതൻ വതക്ദീബൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് അത്രത്തോളം ശത്രുത വെച്ചതുകൊണ്ട്, അവിടത്തെ കളവാക്കിയതുകൊണ്ടാണ് അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കാനുണ്ടായത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുന്നു.
അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് വരാനിരിക്കുന്ന എല്ലാ സകലമാന പ്രവാചക വിരോധികൾക്കും ഉള്ള ഒരു താക്കീതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മസദിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകാതിരിക്കട്ടെ. നമ്മൾ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ റൂട്ടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട രൂപത്തിലൂടെ ജീവിക്കാൻ നാഥൻ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.